ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന CSEB എക്സാമിന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 90 ഡേയ്സ് ടൈം ടേബിളാണ്. അതായത് നമുക്ക് മെയ് 15-ാം തീയതി നമ്മളുടെ CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇതുവരെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് പരീക്ഷയ്ക്കൊക്കെ അപേക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 90 ഡേയ്സ് ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ 90 ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് നമ്മളുടെ കുട്ടികളൊക്കെ ഫോളോ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. ആ ടൈം ടേബിളാണ് ഇന്ന് നിങ്ങളോടുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്കറിയാം, ഒരു 90 ഡേയ്സ് കൊണ്ട് CSEB പോലുള്ള ഒരു പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യം. എല്ലാ ഏരിയാസും കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മാർട്ട് വർക്ക് ആണ് നമുക്ക് ആവശ്യം. ആ സ്മാർട്ട് വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് എല്ലാ ഇതും വാരി വലിച്ച് പഠിക്കാതെ, എല്ലാ ഏരിയാസും അല്ലെങ്കിൽ സിലബസിലെ എല്ലാതും വാരി വലിച്ച് പഠിക്കാതെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ CSEB പരീക്ഷയ്ക്ക് ഇന്ന ഏരിയാസ് നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഇന്ന ഏരിയാസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു CSEBയുടെ 90 ഡേയ്സ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെയാണ് നമ്മൾ ഈ ടൈം ടേബിൾ കൊടുത്തിട്ടുള്ളത്. 90 ഡേയ്സ് വരെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഡേ 1 നമ്മൾ പഠിക്കേണ്ടത് കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്. അതായത് കോർപ്പറേഷൻ്റെ പാർട്ടിൽ നിന്ന് നമ്മൾ ഏത് ടോപ്പിക്കാണെന്ന് വരെ നമ്മൾ പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 1 നമ്മുടെ ആപ്പിലെ പാർട്ട് 1 ക്ലാസ്. പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോൻ്റെ പാർട്ടിൽ സെക്ഷൻ 1 to 2. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, സിനോണിം, ആൻറ്റോണിം. പിന്നെ അതുപോലെ തന്നെ 10 വീതമാണ് പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും നമ്മുടെ ആപ്പിൽ ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാത്സ്. ഇതാണ് ഡേ 1 എന്ന് പറയുന്നത്. ഡേ 2 ഇതേപോലെ അക്കൗണ്ടിങ്, കോപ്പറേറ്റീവ് ലോൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 1 മുതൽ ഡേ 2 അക്കൗണ്ടൻസിയിലെ അക്കൗണ്ടിങ് ടേംസ്, കോപ്പറേറ്റീവ് ലോ അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ I to സെക്ഷൻ 2 സബ്സെക്ഷൻ O വരെ. പിന്നെ ഇംഗ്ലീഷിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 15 എണ്ണം. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, മാത്സ്. പിന്നെ ബാങ്കിങ് ഡേ 3 ബാങ്കിങ്ങിൽ തന്നെ NPA, കോപ്പറേറ്റീവ് ലോയിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ OA, സെക്ഷൻ 2T. ഇംഗ്ലീഷിൽ ഫ്രേസൽ വേർബ്സിൻ്റെ 15 ഫ്രേസൽ വേർബ്സ്. മാത്സിൽ കോഡിംഗ്, ഡീകോഡിംഗ്, കറണ്ട് അഫയേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി ആപ്പ് ത്രൂ പറയുന്നുണ്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഡേ 4 ഇംഗ്ലീഷ്, ആർട്ടിക്കിൾസ്, കോപ്പറേറ്റീവ് ലോ സെക്ഷൻ 2 TA to സെക്ഷൻ 2 U. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പെൽ ചെക്ക്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ക്ലോക്കിൻ്റെ പാർട്ട്. ഡേ 5 ഓഡിറ്റിങ്, കോപ്പറേറ്റീവ് ലോ, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്. പിന്നെ ഡേ 6 നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ റിവിഷൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്താണ് റിവിഷൻ എക്സാംസും നടത്തുന്നുണ്ട്. നമുക്കറിയാം കുറേ ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ച ടോപ്പിക്ക് നമുക്കെന്താണ് റിവൈസ് ചെയ്തുകൊണ്ട് അത് മനസ്സിരുത്തിയിട്ട് നമുക്ക് പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്കെന്താണ് എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ഇൻ്റർവെല്ലിൽ നമ്മൾ റിവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ ഡേ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ റിവിഷൻ എക്സാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേ 11, 12 ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡേ 13 എന്ന് പറയുന്നത് ഇതേപോലെ റിവിഷൻ ഡേ ആണ്. ഡേ 14 റിവിഷൻ ഡേ ആണ്. പിന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാംസ്, അങ്ങനെ ടോപ്പിക് വൈസ് എക്സാമും പിന്നെ അതുപോലെ തന്നെ മോഡൽ എക്സാംസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 30ാമത്തെ ദിവസം ഒരു മെഗാ മോഡൽ എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ അതായത് ഈ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോഡൽ എക്സാമിന്
പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ 90 ഡേയ്സ്, ഇതൊരു കുറച്ച് ദിവസത്തെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ 90 ഡേയ്സ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. CSEB എക്സാമിന് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ ഇവിടെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതായത് ഏതൊരു രീതിയിലുള്ള ഉദ്യോഗാർത്ഥി എന്ന് പറയുമ്പോൾ പഠിച്ച് ഏകദേശം എത്തിയിട്ടുള്ള, അതായത് ഒരു 50 എബോവ് മാർക്സ് സ്കോർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പഠിച്ച് തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈം ടേബിൾ നമ്മളുടെ സ്റ്റുഡൻസിന് ആണ്, CCയുടെ സ്റ്റുഡൻസിനാണ് നമ്മൾ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ നമ്മുടെ CSEB 90 ഡേയ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴ്സ്, നമ്മുടെ പുതിയ കോഴ്സ് നമ്മൾ ക്ലാസ്സുകൾ മൺഡേ ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എക്സിസ്റ്റിംഗ് ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, കഴിഞ്ഞ തവണത്തെ CSEB എക്സാമിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ, ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോഴുള്ള റിവ്യൂ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും CECയിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും CSEB എക്സാം വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് CC തരുന്ന ഉറപ്പാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് ഫോളോ ചെയ്തു പോവാം. അപ്പോൾ താങ്ക് യു.